പാറു ഹലോ എന്താ വന്നേ. ഇത് കണ്ട? കണ്ടില്ല. എന്ത് കാണാത്ത? കവറിനകത്തിരിക്കല്ലേ, പിന്നെ എങ്ങനെ കാണാനാ? ഓ, ഇന്നലെ നിങ്ങൾ ചിക്കു ഷേക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ചിക്കു ഷേക്ക് അടിക്കാൻ പോകുന്നു. എന്താണ് ഇവിടുന്ന് ഒരു ഏ കേക്കുന്നേ? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ പിള്ളേരുടെ ഒരു കുഞ്ഞാഗ്രഹം അമ്മായി സാധിച്ചു കൊടുക്കാൻ പോകുന്നു, അതിന്റെ സന്തോഷം. എന്താ ആഗ്രഹം? അതൊന്നുമില്ല സിദ്ധു. ഇന്നലെ ഇവർ എന്റെ അടുത്ത് പറഞ്ഞ് ചിക്കു ഷേക്ക് വേണമെന്ന്. അപ്പൊ ഞാൻ പുറത്തു പോയപ്പോ കുറച്ച് പാലും കുറച്ച് സപ്പോർട്ടും മേടിച്ചോണ്ട് വന്ന് ഇവർക്ക് ചിക്കു ഷേക്ക് അടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ചിക്കു ഷേക്ക് എനിക്കും വേണം. എന്നാ നമുക്ക് ഫാമിലി പാക്ക് ആക്കാം. സത്യം പറഞ്ഞ ഈ പിള്ളേരൊക്കെ എന്തൊരു ഭാഗ്യാണല്ലേ. എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാ സാധിച്ചു കൊടുക്കുന്ന എന്തോ ഒരു ആൾക്കാരെവിടെ. അമ്മയ്ക്ക് അച്ഛനുണ്ടല്ലോ. അത് തന്നെ, ചേച്ചിക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആളിയെ സാധിച്ചു തരും അല്ലേ ആളിയാ? അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? എനിക്ക് അങ്ങനത്തെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്റെ ആഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞത് കുഞ്ഞു 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 കുഞ്ഞാഗ്രഹങ്ങളാ. എന്നാലും പറലച്ചു സിദ്ധു സാധിച്ചു തരും. അങ്ങനെ ചോദിച്ചാ ചെറിയ ആഗ്രഹമാണെങ്കിലും പറഞ്ഞോ. നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ വേണ്ടിട്ടല്ലേ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് ലീവിന് വന്നേ. അപ്പൊ എന്നെ കാണാനല്ലേ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ? നിന്നെ കാണാൻ വേണ്ടിട്ടല്ല, നിന്നെ അങ്ങ് കൊണ്ടുപോകാൻ വേണ്ടിട്ടാ ഇങ്ങോട്ട് വന്നേ. ആഗ്രഹം അല്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്ക് ഒരു മുഴ മുല്ലപ്പൂ കിട്ടിയാൽ കൊള്ളാറുണ്ട്. ഇതാണോ എന്റെ ആഗ്രഹം? ഞാൻ പറഞ്ഞില്ലേ എന്റെ എല്ലാം കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങളാണ്. മുല്ലപ്പൂ അല്ലേ? അത് ഞാൻ ഇപ്പൊ തന്നെ വാങ്ങിക്കൊണ്ടുവരാം. ഇപ്പൊ ഒന്നും വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും പുറത്തു പോകുമ്പോ മേടിച്ചു. എനിക്ക് വേണം ഒരു റോസാപ്പൂ. എന്തിന്? എന്നാലേ ഞാൻ പോയി ചിക്കു ഷേക്ക് ഉണ്ടാക്കട്ടെ. പറഞ്ഞോ? ഓട്. പിന്നെ ഞാൻ പോയിട്ട് മുല്ലപ്പൂ മേടിച്ചു തരട്ടെ? ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊന്നും വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും പുറത്തു പോകുമ്പോ മേടിച്ചോണ്ട് വന്നാൽ മതി. ഞാനൊരു കുഞ്ഞാഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അടപ്പോ പണിയെടുക്കട്ടെ. അവിടെ ഇരിക്കാ. ഇവിടെ നോക്ക്. മുല്ലപ്പൂ എനിക്ക് ഇത് പറ്റി ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യണില്ലല്ലോ. ഞാൻ കഷ്ടപ്പെട്ടു പോയി മേടിച്ചോണ്ട് വന്നാ. അല്ല, അന്നേരം എനിക്ക് മുല്ലപ്പൂ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ആഗ്രഹം പോയി. എന്തോ ആഗ്രഹം പോയി? അല്ല, മുല്ലപ്പൂവിനോടുള്ള ആഗ്രഹേ ഇപ്പൊ പോയി എന്ന് പറഞ്ഞതാ. അയ്യോ, അപ്പൊ ഇത് വേസ്റ്റ് ആവൂലേ? ഇല്ല, ഇത് ഞാൻ കയ്യിൽ വെച്ചോളാം. പക്ഷെ നേരത്തെ എനിക്ക് മുല്ലപ്പൂവിനോടുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, അതിപ്പോ ഇല്ല. മുല്ലപ്പൂവെല്ലാം വെച്ചിട്ട് എങ്ക പോറ? ഞാനെവിടെയും പോണില്ല. ഞാൻ നേരത്തെ സിദ്ധുവിന്റെ അടുത്ത് എനിക്ക് ഇച്ചിരി മുല്ലപ്പൂ കിട്ടിയാൽ കൊള്ളാതൊരു ആഗ്രഹം പറഞ്ഞായിരുന്നു. അപ്പൊ സിദ്ധു മേടിച്ചോണ്ട് വന്നതാ. ഓ, ലവ്വാ? ലവ് ആയിരുന്നു, പക്ഷെ ഇപ്പം തീർന്നു. അതെന്നെ തീർന്നു പോച്ച്? അത് ലച്ചുവിന് നേരത്തെ ഭയങ്കര ആഗ്രഹമായിരുന്നു മുല്ലപ്പൂ വെക്കാൻ. ഇപ്പൊ ലച്ചുവിന് ആഗ്രഹം പോയി. എങ്ക പോച്ച്? എങ്ക പോച്ച്? അത് ഞാൻ ഓൺലൈനിൽ ഒരു വീഡിയോ കണ്ടപ്പോ ആ ആഗ്രഹം പോയി വേറൊരു കാര്യത്തിനോട് വേറൊരു ആഗ്രഹമായി. എന്താണ് വേറൊരു ആഗ്രഹം ഇപ്പൊ വന്നില്ലേ? എന്നാ ആ ആഗ്രഹം പറ, അത് ഞാൻ സാധിച്ചു കൊടുക്കാം. നീ സൊല്ല്, കണ്ടിപ്പാ സിദ്ധു സാധിച്ചു തരുവാ. പറയട്ടെ? എന്താ ലച്ചൂസേ, നിന്റെ ആഗ്രഹം മാറിക്കഴിഞ്ഞിരുന്നെങ്കിൽ അതെന്നെ വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആഗ്രഹം സാധിച്ചു തരത്തില്ലായിരുന്നോ? ഇപ്പൊ എന്താണ് നീ പറ. അത് മനുഷ്യന്മാരുടെ ആഗ്രഹമല്ലേ സിദ്ധു? എപ്പ മാറും എപ്പ മാറൂലെന്നൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അത്ര വലിയ ആഗ്രഹമൊന്നും അല്ലെന്ന്. എനിക്ക് നല്ല പഴുത്ത പൂവമ്പഴം കഴിക്കാൻ തോന്നുന്നു.
എന്തെല്ലാരും ഇങ്ങനെ നോക്കണേ? ഞാൻ അപ്പഴേ പറഞ്ഞില്ല എന്റെ എല്ലാം കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാന്ന്. பூவம்பழமா? அதுக்கு என்ன, நம்ம படவலத்துல நிறைய இருக்கே, அம்மா கிட்ட சொன்னா கொண்டு தருவாங்க. ഇപ്പൊ ഇല്ല, പൂവമ്പഴം വച്ചിട്ടില്ല. ആ എന്തിനാ, സിദ്ധു നിൽക്കുവല്ലേ, സിദ്ധു സാധിച്ചു തരും എല്ലാ ആഗ്രഹവും. അപ്പൊ ലച്ചൂസിന്റെ ഇപ്പോഴത്തെ ആഗ്രഹം പൂവമ്പഴം കഴിക്കണമെന്നാണ് അല്ലേ? അങ്ങനെയാണെങ്കിലേ പൂവമ്പഴം സെറ്റ് ചെയ്യാം, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഇനിയിപ്പോ വെയിലും കൊണ്ട് അത് മേടിക്കാൻ വേണ്ടി മാത്രം പോകേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ ഒരു കുഞ്ഞാഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. ലച്ചൂസിന്റെ കുഞ്ഞാഗ്രഹമല്ലേ, സാധിച്ചു കൊടുത്തേക്കാം. ആ അത് പോവണ്ടെന്ന്. பாவம்ல சித்து. നിന്റെ ആഗ്രഹം ഇങ്ങനെ ഇങ്ങനെ മാറണ, നീ ഇതിനെ അവളെ കളിപ്പിക്കണാണോ? എന്തോന്ന് കളിപ്പിക്കണാണ്? മനുഷ്യന്മാരല്ലേ, എപ്പോ ആഗ്രഹം മാറും എപ്പോ ആഗ്രഹം വരും എന്നൊന്നും പറയാൻ പറ്റൂല. ഫോർ എക്സാമ്പിൾ, നല്ല പഴുത്ത പൂവമ്പഴത്തില് ഇച്ചിരി ഏലക്കപ്പൊടിയും ഇച്ചിരി തേങ്ങ ചിരവിയതും നെയ്യൊക്കെ മുമ്പിൽ കൊണ്ടുവന്ന് അന്ന് അമ്മായി കഴിക്കൂല്ലേ? കഴിക്കും. ഇപ്പൊ കഴിക്കാനൊരു ആഗ്രഹം വന്നാ അത്രേ ഇരിക്കും. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഞാൻ എടുത്തു. അല്ല കിടിലൻ ടേസ്റ്റ് അല്ലേ? കൊള്ളാം. മാധവേട്ടന്റെ കടയിലെ മസാല ദോശ അല്ലെങ്കിൽ സൂപ്പറാണ്. അമ്മായി എവിടെ നമ്മ ഇങ്ങനത്തെ കടകളൊക്കെ കണ്ടുപിടിക്കുന്നത്? അതിനൊക്കെ ഒരു കഴിവ് വേണം. രണ്ടാളും കൂടെ മസാല ദോശ കഴിക്കുക. എനിക്ക് വേണ്ട, കഴിച്ചു. ലച്ചൂസേ, ലച്ചൂസ് പറഞ്ഞ സാധനം പൂവമ്പഴം ഞാൻ ഒപ്പിച്ച് 1 കിലോ ഉണ്ട് കേട്ടാ, മൊത്തം കഴിക്കണം. ഇതെവിടെ നിന്ന് മേടിച്ച്? എന്റെ അമ്മായി ഒന്നും പറയണ്ട, ഈ പൂവമ്പഴം ഉണ്ടല്ലോ ഈ അടുത്തുള്ള കടകളിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫോർട്ട് കൊച്ചി വരെ പോയിട്ടാണ് ലച്ചൂസിനുള്ള പൂവമ്പഴം സെറ്റ് ചെയ്തത്. ഫോട്ടോ വെച്ച് പൂവമ്പഴം അല്ലേ? ആ, ഫോർട്ട് കൊച്ചി പൂവമ്പഴാണെന്ന് അറിയത്തില്ല, പൂവമ്പഴം. ലച്ചൂസിന് ഇത് ഓക്കെ ആയിരിക്കും, കഴിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, അന്നേരം എനിക്ക് പൂവമ്പഴം കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആഗ്രഹം പോയി. അതെന്താ പെട്ടെന്ന് ആഗ്രഹം മാറിയേ? അത് ആ സമയത്തെ ഞാനിങ്ങനെ റീല് തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ചേച്ചി നല്ല മുരിഞ്ഞ മസാല ദോശ കഴിക്കുന്ന കണ്ടു. അപ്പൊ എനിക്ക് മസാല ദോശ കഴിക്കാൻ ആഗ്രഹമായി. അത് ഞാൻ അമ്മായിയുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മായി എല്ലാവർക്കും അപ്പൊ തന്നെ മസാല ദോശ ഓർഡർ ചെയ്ത് തന്നു. ആണല്ലേ, ലച്ചൂസിന്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങള്. കഴിക്കേ, ഇത് ഞാൻ പിന്നെ കഴിച്ചോളാം. അല്ല, മസാല ദോശ കഴിക്കാൻ പറഞ്ഞ. അത് കഴിച്ചു. ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാൻ എല്ലാം സാധിച്ചു തരും. പഴം ഞാനിവിടെ വെക്കുന്നുണ്ട്, ആഹാ ഞാൻ കഴിച്ചോളാം. കഴിച്ചോണേ. എവിടെ വെച്ചോ? സിദ്ധുവിന് എന്തൊരു സ്നേഹമാണെങ്കിൽ. ലച്ചു, നീ എന്തോന്ന് പരിപാടി കാണിച്ചേ? അവ ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിച്ചോണ്ട് വന്നില്ലേ? അത് ഞാൻ കഴിക്കാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ? എന്റെ അമ്മായി പിന്നെ ഇതൊക്കെ അത്ര വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങള് ഇപ്പൊ മാറാല്ലോ. അതെ, ആഗ്രഹമല്ലേ, എപ്പോഴും മാറാം. മാറാം. പാവം സിദ്ധു ഈ ലച്ചുവിന്റെ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കുവന്നേ. എന്തോ നമ്മമ്മ, സിദ്ധു പുറത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞൊരു സാധനം മേടിച്ചോണ്ട് വന്നത്. അതിനിപ്പോ എന്താണ് ഇത്ര കുഴപ്പം? ഇവിടെ എഫേർട്സ് മാറ്റർ ചെയ്യും. എന്തായാലും വാങ്ങിച്ചോണ്ട് തന്നല്ലോ. നമ്മളെ ഓർക്കാൻ ഒരാളുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിനെനിക്ക് സന്തോഷം കിട്ടുന്നുണ്ടല്ലോ. എന്നിട്ട് നീ ആ സന്തോഷം അവന്റെ അടുത്ത് കാണിച്ചാ? കാണിച്ചല്ലോ, ഇത്രയൊക്കെ കാണിച്ചാ പോരെ? ഇതാണ് പ്രശ്നം. ലച്ചുവേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ? ചോദിക്കേ. സിദ്ധുവിന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരാറുണ്ടോ? ഉണ്ട്, കണ്ടില്ലേ ഇതേ പൂവമ്പഴം മേടിച്ചോണ്ട് വന്നേക്കുന്നത്. നീ അവന്റെ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ അവനങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. അല്ല, എന്റെ അടുത്ത് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. പറയാതെ മനസ്സിലാക്കി ചെയ്യുന്നതാണ് നമ്മുടെ കഴിവ്. എന്റെ അമ്മുമ്മയെ വാ തുറന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ ഇതൊക്കെ വേണമെന്ന് അവന്റെ അടുത്ത് പറഞ്ഞത് കൊണ്ടല്ലേ അവന് മനസ്സിലായത്. என்ன லட்சு இது? நம்ம பிடிச்சவங்க அவங்க என்ன மனசுல நினைக்கிறாங்களோ அது அவங்க சொல்லாம கூட நம்மளுக்கு புரியணும். ആണല്ലേ?
ആന്റിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമല്ലേ? ரொம்ப பிடிக்கும். ആ എന്നാലേ ഞാൻ മനസ്സിലിപ്പോ ഒരു ആഗ്രഹം വിചാരിച്ച് ആന്റി അത് പറഞ്ഞ ഞാൻ എന്താ വിചാരിച്ചെന്ന്? ഡേ മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നിനക്ക് അവന്റെ ഒരു ആഗ്രഹവും സാധിച്ചു കൊടുക്കാൻ പറ്റൂല. എന്നെ കൊണ്ട് പറ്റും. പറ്റൂല. പറ്റും പറഞ്ഞില്ലേ? പറ്റൂല ഞാൻ പറയണ. ചമ്മന്തി കണ്ണിത്തേക്ക് ഞാൻ പറ്റും 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 പറഞ്ഞോണ്ടിരിക്കാൻ പറ്റും. ആ എന്നാ പറഞ്ഞോണ്ടിരുന്നോ? കഴിക്കാനും സമ്മതിക്കൂല. ഫോട്ടോ വെച്ച് പോയി വാങ്ങിച്ചോണ്ട് പോവാൻ പഴം. അത് തന്നെ ഞാനേ നെയ്യൊക്കെ ഒഴിച്ച് തേങ്ങ ഒക്കെ ഇട്ട് നല്ല മുരിച്ചു കൊണ്ട് കൊടുക്കാം, അപ്പൊ കഴിച്ചോളൂ. ഇതങ്ങോട്ട് കഴിക്ക്. சாம்பார் வேணுமா? സിദ്ധുവേ ആ ചിരിക്കുന്നത് പുതിയ ആഗ്രഹം എന്തെങ്കിലും വന്നോ? എന്റെ ആഗ്രഹങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ സിദ്ധു. ഇപ്പൊ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. ഞാൻ നിന്റെ അടുത്ത് ചോദിക്കാനാ വന്നേ. എന്റെ അടുത്ത് എന്ത് ചോദിക്കാം? നിനക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോന്ന് ചോദിക്കാൻ വന്നതാ. എനിക്ക് എന്താ ആഗ്രഹം ലിറ്റൂസേ? നമ്മള് പാവം. അല്ല, എനിക്ക് നടത്തി തരാൻ പറ്റുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ. ലിറ്റൂസിന് നടത്തി തരാൻ പറ്റുന്ന അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ലടാ. അല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ലിറ്റൂസേ എനിക്ക് ഒരു മാംഗോ ജ്യൂസ് കുടിച്ചാൽ കൊള്ളാം. മാംഗോ ജ്യൂസാ? അത്രേ ഉള്ളൂ? അതിപ്പോ സെറ്റ് ചെയ്ത് തരൂലേ? ആ എന്ത് കളിക്കാന്ന്? പുറത്ത് നല്ല വെയിലാടാ, പുറത്ത് നല്ല വെയിലാ. അതൊന്നും കുഴപ്പമില്ല. കളിക്കാം. അപ്പൊ ഞാൻ എണ്ണാൻ പോവാണേ. 10 വരെ എണ്ണത്തുള്ളൂ, അതിനുള്ളിൽ വിളിച്ചോളാം. ഓക്കെ ഓക്കെ എണ്ണാൻ പോവാണേ. 1 2 3 4 5 6 7 8 9 10 വിളിച്ചാ ഓക്കെ. കല്ലൂസ് വിളിച്ചാ? കല്ലൂസ് വിളിച്ചാ? ആ കല്ലു സെറ്റ്. പാറൂസേ പാറൂസ് വിളിച്ചാ? വിളിച്ചാ? ആ പാറു സെറ്റ്. ഡേ നല്ലടത്ത് വല്ല പോയി വിളിക്കടേ. ഇനി പാറൂസ് ഉണ്ട്. ഞാനാ കല്ലിനല്ലേ ഫസ്റ്റ് കണ്ടുപിടിച്ചു. അപ്പൊ കല്ലൂസ് ഉണ്ടെങ്കിൽ വാ ഇറങ്ങി ഇറങ്ങി. 1 2 3 4 1 2 3 4 5 6 7 8 9 10 11 12 13 14 16 17 18 19 20 ഒരു സാറ്റേ പറക്കുഞ്ഞ അച്ഛനും മക്കളോട് സാറ്റ് കളിക്കാ. എന്നാ ജ്യൂസ്. ഞങ്ങൾക്കല്ലേ ജ്യൂസ്? നിങ്ങൾക്കുള്ള ജ്യൂസ് ഞാൻ അടുക്കളയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കുളിച്ചോ. ഓക്കേ കലുവാ അമ്മേ ജ്യൂസ് കുടി. ജ്യൂസ് ഞങ്ങളിവിടെ കളിച്ചോണ്ടിരുന്നപ്പോഴേ മാങ്ങ വീണായിരുന്നു. അപ്പൊ 2 മാങ്ങ കഴിച്ചു. ഇപ്പൊ ജ്യൂസ് കുടിക്കാൻ ഇപ്പൊ ഒരു മൂഡ് വരുന്നില്ല. മാങ്ങ കഴിച്ചാ? മാങ്ങ കഴിച്ചു. അല്ല നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ജ്യൂസ് അടിച്ചോണ്ട് വന്നത്. ആ സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ആ ആഗ്രഹം അങ്ങ് പോയി. എന്താന്ന് അറിയത്തില്ല. റിവെഞ്ച് ആണോ? റിവെഞ്ചോ? എന്തിന്? ചുമ്മാ ചോദിച്ചാ. അപ്പൊ ജ്യൂസ് വേണ്ടെന്നാണ് പറഞ്ഞു വരണേ? വേണ്ട. ഇപ്പോഴേ എനിക്ക് എന്താന്ന് അറിയത്തില്ല, ഉണ്ണിയപ്പം കഴിക്കാൻ വേണ്ടിട്ടൊരു ആഗ്രഹം വരുന്നു. ഉണ്ണിയപ്പം കഴിക്കാൻ? വിഷുവിന് കുറെ കഴിച്ചല്ലേ? വിഷുവിന് കഴിച്ചതാ, പക്ഷെ അതങ്ങ് മതിയായില്ല. ഇപ്പൊ ഉണ്ണിയപ്പം കഴിക്കും, നല്ല ചൂട് ഉണ്ണിയപ്പം. ഓർഡർ ചെയ്യാം അല്ലേ? ആ വേണ്ട വേണ്ട വേണ്ട, ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാണ് ആവശ്യമില്ലാത്ത കാശൊക്കെ കൊടുത്ത് ഓർഡർ ചെയ്യുന്നത്? ഞാനിവിടെ നല്ല ചൂട് ഉണ്ണിയപ്പം വീട്ടിലുണ്ടാക്കി തരാം. അയ്യോ ലെറ്റൂസിന് അതൊരു ബുദ്ധിമുട്ടാവും. എനിക്ക് എന്താ ബുദ്ധിമുട്ട്? എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ശരിക്കും? ആ എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരുമോ? ആ ഉണ്ടാക്കി തരാം.
ഒരു 2 മണിക്കൂർ എനിക്ക് സമയം താ, ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്തു. ലച്ചൂസ് വെറുതെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനൊരു കുഞ്ഞാഗ്രഹം പറഞ്ഞല്ലേ ഉള്ളൂ. ഞാനത് ഓർഡർ ചെയ്തോളാം. എടാ നിന്റെ ആ കുഞ്ഞാഗ്രഹം സാധിച്ചു തരാനല്ലേ ഞാൻ. ഓ 2 hours പെട്ടെന്ന് സെറ്റ് ചെയ്തു തരാം. ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചെരിയോ തനതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നോ തനതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നോ ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ നിന്റെ ഞാൻ വീണ്ടും ചോദിക്കുക, സഹായിക്കണോ ഞാൻ? വേണ്ട, എന്റെ കെട്ടിയൊരു ആഗ്രഹം പറഞ്ഞതല്ലേ, ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കണം. ലച്ചു ഉണ്ണിയപ്പം നല്ല മുരിയണം. കഴിക്കുമ്പോ നല്ല ദണ്ടെ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കണം. കേട്ടോ? ആ കേട്ടു, ഞാൻ പണിയെടുത്തോണ്ടിരിക്കുമല്ലേ. സത്യം പറഞ്ഞല്ലേ, എന്റെ ഇന്നത്തെ ഈ ഉണ്ണിയപ്പം കഴിച്ചിട്ട് സിധു ഞെട്ടണം. ഞെട്ടും ഞെട്ടും. എന്തായി? ഉണ്ണിയപ്പം ചട്ടി വെച്ചേക്കുന്നത് ഒന്ന് സെറ്റ് ആയാ മതി. സിദ്ധുവിന് മാത്രല്ല നമുക്കും വേണം കേട്ടോ. എന്ത് ഉണ്ണിയപ്പം? ആ അത് സിധു കഴിച്ചിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ തരാം. അതെന്തായാലും ബാക്കി വരും. എന്ത്? അല്ല, സിദ്ധുവിന് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ മതിയാവുമല്ലോ. അമ്മായിയേ, അമ്മായി നോക്കിക്കോ, എന്റെ ഈ ഉണ്ണിയപ്പം സിധു കഴിച്ചാലുണ്ടല്ലോ, പിന്നെ സിധുവിന് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് അപ്പൊ എന്റെ അടുത്ത് പറയും. ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ പറയാതെ ഇരിക്കാം. ചൊറിയാമെന്നാണ് എന്നെ ആണാ? ആണെങ്കിൽ എന്നാ വന്ന വഴി കിട്ടോ. ഓ സൗകര്യമില്ല. ഗൗരി, അമ്മ ചൊല്ലിക്കൊടുത്ത എന്താ റെസിപ്പി? ആര് ചൊല്ലിക്കൊടുത്താലും ഉണ്ടാക്കുന്ന ആളുടെ കൈപ്പുണ്യം പോലെ ഇരിക്കും. പണ്ട് ഇതുപോലെ ഒരു ദിവസേ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു, അപ്പൂപ്പന് ഉണ്ണിയപ്പം തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന്. ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു. വൈകിട്ട് റോഡിലൊക്കെ പോയിട്ടേ 3-4 കൂട്ടുകാരെ വിളിച്ചോണ്ട് വന്നേക്കുന്നു. എന്തിന്? അമ്മുവിനെ തല്ലാനാ? പോലച്ചു, എന്റെ ഭാര്യയുടെ കൈപ്പുണ്യം ഇവരും കൂടെ ഒന്ന് അറിയട്ടെന്ന്. ഷേ, അപ്പൊ അച്ഛൻ കഴിച്ചല്ലേ? ഗൗരി, ചുമ്മാ കളിയാക്കല്ലേ ഏട്ടാ. അതിന് ശേഷം ആ വീട്ടിലേക്ക് അപ്പൂപ്പൻ ഒരു കൂട്ടുകാരൻ പോലും കേറിയിട്ടുണ്ടാവില്ല. സത്യം. അങ്ങനൊന്നും അല്ല, അന്നത്തെ കാലത്തൊക്കെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുവൊക്കെ ചെയ്യുമായിരുന്നു. അതെ, എന്റെ പാചകത്തിന് അത്ര കൈപ്പുണ്യമാണ്. എന്നാലേ ആ പറയുന്ന കൈപ്പുണ്യം എനിക്കും ഉണ്ട്. ഓ ആയിക്കോട്ടെ, നമുക്ക് കാണാം ഇപ്പൊ. ആ കാണിച്ചു തരാം. എണ്ണയൊക്കെ ചൂടായി. എന്നാ ഉണ്ണിയപ്പം നീ പറഞ്ഞ ആഗ്രഹം ഈ ലച്ചു സാധിച്ചു തന്നിരിക്കുന്നു. ഉണ്ണിയപ്പം എടുത്ത് കഴിക്കേ. ഉണ്ണിയപ്പേ എനിക്ക് വേണ്ട. ഉണ്ണിയപ്പം കഴിക്കാനുള്ള ആ കൊച്ചാഗ്രഹം ഉണ്ടല്ലോ, അത് ഇപ്പം അങ്ങ് പോയി. ഇപ്പോഴേ എനിക്ക് വേറൊരു കൊച്ചാഗ്രഹമുള്ള. അതെന്താ? ഞാൻ കുറച്ചു മുമ്പേ ഒരു റീൽസ് കണ്ട് ഒരാള് പോർക്ക് ഫ്രൈ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്കിപ്പം പോർക്ക് ഫ്രൈ കഴിക്കാനാണ് ഒരു ആഗ്രഹം. അപ്പൊ ഞാൻ ഇനി പോർക്ക് ഫ്രൈ ഉണ്ടാക്കി തന്നെ. ലച്ചൂസ് വെറുതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനത് ഓർഡർ ചെയ്തോളാം. അല്ല, ടേസ്റ്റ് ചെയ്യാൻ പോലും വേണ്ട. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നില്ല.
വിഷമായ ആ ആയി. ഞാൻ നിനക്ക് വേണ്ടി ഇത് സ്നേഹത്തോടെ ഉണ്ടാക്കിയതാന്ന് അറിയോ? എന്നിട്ട് നീ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ നിനക്ക് വേണ്ടി ഞാൻ മുല്ലപ്പൂ കൊണ്ടുവന്നപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞതോ? കഷ്ടപ്പെട്ട് ഞാൻ പോകുമ്പോഴും അതും ഫോർട്ട് കൊച്ചിന്ന് മേടിച്ചോണ്ട് വന്നപ്പം വേണ്ടാന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തോരം വിഷമായി കാണും. നല്ല രീതിയിൽ സങ്കടം വരെ. അതോ ഈ ലോകത്തെ ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നു. അവർക്കൊക്കെ പല പല സ്വപ്നങ്ങളും പല പല ആഗ്രഹങ്ങളും ഉണ്ട്. ചിലവരത് നടത്തിയെടുക്കും, ചിലവരത് നടത്തിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മളൊക്കെ പറയുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ ഒരുപാട് പേരുണ്ട്. അതൊന്നും ഇല്ലാത്ത കുറെ പേര് നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പോ നമ്മളെ സ്നേഹത്തോടെ ഓർക്കുന്ന ആൾക്കാർക്ക് കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കാം. സോറി. ഒരു ഉണ്ണിപ്പം തരുമോ? നീയല്ല പറഞ്ഞ നിനക്ക് വേണ്ടാന്ന്. ഒരു ഉണ്ണിപ്പം തരുമോ? കണ്ടിട്ട് കഴിക്കാൻ തോന്നണല്ലോന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നീ കഴിക്കാൻ തോന്നും. അതെല്ലാം കഴിച്ചാ? ഇല്ല, നീ കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നാ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞേ? ചേടാ പാറു, ഉണ്ണിയപ്പം കഴിക്കാം. పుతురుకో పూ పరిక పోగిల మోవి మేనా తెప్పకిలమ్మో